ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ കാണാം. അതിന് വെളിച്ചെണ്ണ, പിന്നെ ആവണക്കെണ്ണ, പിന്നെ അങ്ങാടി മരുന്ന്, അത് അങ്ങാടിക്കടയിൽ ചോദിക്കുമ്പോൾ അവർ തരും. റോസ്മേരി, ഉലുവ, പിന്നെ കരിഞ്ചീരകം ഇട്ട് പൊടിച്ചു വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് ഇത് കറ്റാർ വാഴയുടെ പോള, ബ്രഹ്മി, തുളസി, പിന്നെ ചെമ്പരത്തി പൂവ്, തുളസി ഇല, കയ്യൂന്നി, നെല്ലിക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചേക്കുവാണ്. ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ മൈലാഞ്ചിയുടെ ഇല, ഇതെല്ലാം കൂടെ നമുക്ക് അരച്ച് പിന്നെ ഇതെടുക്കാം. ഞെവര ഇല വേണം, ഞെവര ഇല ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരെടുത്ത് നമുക്ക് എണ്ണ കാച്ചാം. കരിയാമ്പല, എണ്ണ കാച്ചുന്ന സാധനങ്ങളെല്ലാം അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ചുമന്നുള്ളി കൂടി ഇടണമായിരുന്നു, അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ ചുമന്നുള്ളി കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കുവാണ്. എന്നിട്ട് ഈ പൊടികളും ഇതെല്ലാം ചേർത്ത് ഇനി കാച്ചാം. ഇത് അരച്ചുകൊണ്ട് വരട്ടെ. അങ്ങാടി മരുന്ന് നമ്മൾ ചേർക്കുവാണ്. അങ്ങാടി മരുന്ന് പാക്കറ്റായിട്ട് വരുന്നതാണ്. ഇത് ഇനി അടുപ്പേ വെക്കും. അങ്ങനെ നമ്മൾ ഈ അരച്ചു കൊണ്ടുവന്ന അരപ്പുകളെല്ലാം പൊടികളും എല്ലാം അരച്ച് ഇത് നമ്മൾ അടുപ്പിനകത്ത് വെച്ചു. ഇനി ഇത് വറ്റി ഒരുവിധം വെള്ളമെല്ലാം മാറി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കും. അത് കുഴപ്പമില്ല, എണ്ണ ഒഴിക്കുകയാണ്. ഈ എണ്ണയും ഈ മരുന്നുകളും എല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് തിളച്ച് വറ്റണം. മണം പാകമാകുമ്പോൾ ഇത് നമ്മൾ വാങ്ങി വെക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ എണ്ണ തിളച്ച് വരാറായിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി തോനെ എണ്ണ എടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നാളത്തേക്കുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ കുറേശ്ശെ കാച്ചി വെക്കുവാണെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മളിങ്ങനെ തോനെ ഉണ്ടാക്കുമ്പോൾ അങ്ങ് കാച്ചി വെക്കും, എപ്പോഴും കാച്ചാൻ നിൽക്കത്തില്ല. എണ്ണ നല്ല വൃത്തിയായിട്ട് തിളച്ചു. ഇനി ആ മരുന്നും എണ്ണയും കൂടെ നല്ല വൃത്തിയായിട്ട് തിളച്ച് ഇനി ഇത് വറ്റണം. വറ്റി വരുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയും ഈ പരുവായി, എണ്ണയുടെ നിറമൊക്കെ മാറിത്തുടങ്ങി. എന്നാലും വാങ്ങാറായിട്ടില്ല, കുറച്ചും കൂടെ റെഡി ആവാനുണ്ട്. എണ്ണകളൊക്കെ തിളച്ച് വറ്റാറായി വരുന്നുണ്ട്. ഇച്ചിരിയും കൂടെ മൂക്കാനുണ്ട്. അത്രയും മുറി മണമാണ്, എണ്ണയുടെ മണമാണ്. കട്ട് ചെയ്യുന്നതിന് കാണും. നമ്മൾ കാസ്റ്റർ ഓയിൽ ഈ എണ്ണയിലോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് പിന്നെ എണ്ണ നല്ല പതഞ്ഞ് വരും കേട്ടോ, കാസ്റ്റർ ഓയിൽ ഒഴിക്കുമ്പോൾ. ഇത് വറ്റുമ്പം ഇത് ഏകദേശം ആയി തുടങ്ങി. ഇച്ചിരിയും കൂടെ കഴിയുമ്പോൾ ഇത് വാങ്ങി വെക്കാം. ഇത് പരുവായി. ഇനി ഇത് നമുക്ക് വാങ്ങാനാണ്ട ഈ പരുവായി മൂത്ത്. ഇനി ഇത് എണ്ണയ്ക്കത് വാങ്ങി വെച്ചിട്ട് ഇത് ആറുമ്പം നമ്മൾ കുപ്പിയിലൊഴിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇത് തലയിൽ പുരട്ടിയ ചുമ, പനി ഇതൊന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ നല്ലതാണ്.
അലർജിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ എണ്ണ നല്ലതാണ്. ഈ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. കുരുമുളക് 2 ഇതും കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. മുളകിടാൻ അപ്പോൾ നമ്മളിത് വാങ്ങി വെച്ചു. ഇനി മാറ്റി വെച്ച് ഇനി വെച്ചിരുന്നാൽ പറ്റിപ്പോവും അടുപ്പേ വെച്ചിരുന്നു. അതുകൊണ്ട് ഇനി വാങ്ങി വെച്ചു. ഇനി ഇത് ആറുമ്പോൾ എടുത്ത് അരിച്ച് കുപ്പിയിലൊഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എണ്ണ കാച്ചുന്നതിൻ്റെ പ്രൊസീജിയർ. എൻ്റെ മുഖം കാണാൻ. അപ്പം നമ്മുടെ എണ്ണയെല്ലാം റെഡിയായി മാറ്റി വെച്ചു. ഇനി അത് ആറിയിട്ടേ ഒഴിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ ചോറിനെ. അതുകൊണ്ട് അതിന് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.